സാഹചര്യത്തിന്റെ സമ്മർദ്ദം പുറമോട്ട് വലിക്കുമ്പോൾ അകത്തു താല്പര്യം ഉദിച്ചു വന്നാൽ അത് മാനിക്കാനുള്ള കർത്താവ് കൂടെയുണ്ട്. ഒരു സന്ദേശം, നിന്റെ ശാപയാത്രയിൽ യേശു ഇടപെട്ടാൽ ആ യാത്ര വിജയത്തിന്റെ യാത്രയാകും. പാപത്തിന്റെ പരിഹാരത്തിന് ഒരു പുണ്യസ്ഥലം തേടി പോകണ്ട. ഇന്ന് രാത്രി രക്ഷകൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ കർത്താവ് ഒട്ടനവധി അത്ഭുതങ്ങൾ ചെയ്തു. ഈ എപ്പിസോഡിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ പ്രവൃത്തികൾ ചെയ്യും. കാരണം ഈ ശുശ്രൂഷ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന ശുശ്രൂഷ. ഈ TV പ്രോഗ്രാം കൊണ്ട് തന്നെ 10,000 ഇതിനോടകം വിടുതൽ പ്രാപിച്ചു. നിങ്ങളും പ്രതീക്ഷിക്കുക, ഇന്നൊരു അത്ഭുതം നടക്കും. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്ന ഫാമിലി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒന്നിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം. വളരെ സുപരിചിതമായ ഒരു വാക്യം നമ്മൾ വായിക്കാൻ പോകുകയാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കിടി താണിരിപ്പി. അടുത്ത വാക്യം, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ആദ്യം നമുക്ക് 7-ാം വാക്യം ചിന്തിക്കാം. അവനെന്നുള്ളിടത്ത് യേശു എന്ന് പറയുക. യേശു നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും യേശുവിൻ്റെ മേലിടണം. ആ വാക്യം ഒന്ന് പറഞ്ഞു നോക്കിയേ. യേശു നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും യേശുവിൻ്റെ മേൽ വിടണം. പത്രോസ് അപ്പോസ്തലൻ എഴുതുക, നിങ്ങൾ ഒന്നും കൊണ്ടും നിരാശപ്പെടേണ്ട, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു യേശുവുണ്ട്. യേശു എപ്പോഴും നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവാണ്. ഈ വാക്യത്തിൻ്റെ വെളിപ്പാട് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. നാളെ എന്താകും എന്നോർത്തു നിങ്ങൾ ചഞ്ചലപ്പെടണ്ട. നാളെ എങ്ങനാകുമെന്നോർത്ത് നിങ്ങൾ വ്യാകുലപ്പെടണ്ട. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതും. എങ്ങനെയാണ് കരുതുന്നത്? നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത പോലെ യേശു കരുതും നമുക്ക് വേണ്ടി. നിങ്ങൾക്ക് അവൻ്റെ കരുതൽ തിരിച്ചറിയാൻ കഴിയുന്ന 1-2 സംഭവങ്ങളെ വിശുദ്ധ ബൈബിളിൽ നിന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. കർത്താവിൻ്റെ കരുതൽ ശ്രേഷ്ഠമാണ്. കർത്താവ് കരുതുന്ന കർത്താവാണ്. അവൻ തൻ്റെ പ്രവൃത്തി അതിശക്തിയോടെ വെളിപ്പെടുത്തുകയും ചെയ്യും. നമുക്ക് ഉൽപ്പത്തി പുസ്തകം അതിന്
21 അധ്യായം അതിൻ്റെ 18 വാക്യം. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് ഹാഗാറിനെ വിളിച്ചു. അവളുടെ ഹാഗാരെ, നിനക്കെന്ത്? നീ ഭയപ്പെടണ്ട. ബാലൻ ഇരിക്കുന്ന ഇടത്തുനിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ വലിയൊരു ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീറോ കണ്ടു. തുരുത്തിയിൽ വെള്ളം നിറച്ചു. ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോടുകൂടെ ഇരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. മുതിർന്നപ്പോൾ അവൻ വില്ലാളിയായി തീർന്നു. അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു. അവൻ്റെ അമ്മ മിസ്രൈമിൽ നിന്നും അവനൊരു ഭാര്യയെ കൊണ്ടുവന്നു. ഇവിടെ ഹാഗറിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിൻ്റെ കരുതൽ എന്നതാണ് നമ്മുടെ ചിന്ത. അബ്രഹാമിൻ്റെ ഭാര്യാപദവിത്വം അലങ്കരിച്ച ഒരുവളായിരുന്നു ഹാഗർ. ഒരു തുരുത്തി വെള്ളവും അല്പം അടയുമായി അബ്രഹാം ഹാഗറിനെ പുറത്താക്കി. മരുഭൂമിയിലൂടെ വരുമ്പോൾ കയ്യിൽ കൊണ്ടുവന്ന വെള്ളം തീർന്നു. കയ്യിൽ കൊണ്ടുവന്ന അപ്പവും തീർന്നു. ഇവിടെ നിന്നുകൊണ്ട് ഞാനൊരു സന്ദേശം നിങ്ങളോട് പറയാം. ഒരു ജന്മത്തിൻ്റെ പകുതി ഭാഗം അബ്രഹാമിനെ സേവിച്ച ഹാഗറിന് അബ്രഹാം കൊടുത്തത് ഒരു തുരുത്തിക്കകത്തെ വെള്ളമാണ്, അളന്ന വെള്ളമാണ് കൊടുത്തത്. എൻ്റെ യേശുവിൻ്റെ പ്രത്യേകത, അവൻ നിനക്ക് തന്നാൽ അളന്നു തരത്തില്ല, വാരിത്തരും. ഇന്ന് വരെ ആരാർക്ക് കൊടുത്തിട്ടുണ്ടോ അതിലെല്ലാം കണക്കുണ്ട്. കണക്കില്ലാതെ തരുന്നവൻ കർത്താവത്രേ. അവൻ തന്നാൽ ആരോടും കണക്ക് ചോദിക്കത്തില്ല. അവൻ വാരിത്തരുന്ന കർത്താവ്. ഇവിടെ ബൈബിൾ വെളിപ്പെടുത്തുന്ന ശ്രദ്ധിച്ചേ, ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവാണ്. ഒരമ്മയും ഒരു കുഞ്ഞും ഒരേ മരുഭൂമി കരയുക. അമ്മയുടെ കരച്ചിൽ, കുട്ടിയുടെ മരണം കാണാൻ വയ്യ എന്ന് പദം പറഞ്ഞ് കരയുക. കുട്ടിക്ക് കരയാൻ ശൈലിയൊന്നും അറിയത്തില്ല. വെള്ളം താ എന്നാ കുട്ടിയുടെ കരച്ചിൽ. പദം പറഞ്ഞ കരച്ചിൽ കർത്താവ് കേട്ടില്ല. ആഗ്രഹത്തോടെ കരഞ്ഞ കരച്ചിൽ കർത്താവ് കേട്ടു. വേദപുസ്തകത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്തു ചുമന്ന് കരഞ്ഞുകൊണ്ട് വരുന്നവൻ കറ്റ ചുമന്ന് ആർത്തും കൊണ്ടുപോകും. സ്നേഹിത, കണ്ണുനീരിൻ്റെ ഒരു വിത നിനക്കുണ്ടെങ്കിൽ താമസവിന ആർപ്പിൻ്റെ ഒരു കൊയ്ത്തും നിനക്കുണ്ട്. 2012 കണ്ണുനീരിൻ്റെ വിതയുള്ള വർഷമാണെങ്കിൽ ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ സ്വർഗത്തിലെ ദൈവം നിനക്കൊരു കൊയ്ത്ത് തന്നിരിക്കും. ഇനിയും നിന്റെ വാൾ ഉറയിലിടത്തില്ല. ഒരു കൊയ്ത്തിനായി എൻ്റെ ദൈവം നിന്നെ അഭ്യസിപ്പിക്കാൻ പോയി. നീ ഒഴുക്കിയ കണ്ണുനീർ, വേദപുസ്തകം പറയുന്നു, അവൻ നിന്റെ കണ്ണുനീർ ഒരു തുരുത്തിയിലാക്കി വെക്കും. ചിലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ട് കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ കൊണ്ട് തലയിണ കുതിർക്കുന്ന അമ്മമാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. സ്വന്തം വീടിൻ്റെ വിടുതലിന് വേണ്ടി അലമുറയിട്ട് കരയുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാട് നിന്നുകൊണ്ട് വിളിച്ചു പറയാം, നീ ഒഴുക്കിയ കണ്ണുനീർ വെറുതെയല്ല, അത് ദൈവത്തിൻ്റെ തുരുത്തിയിൽ ദൈവം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, കണ്ണുനീരോടെ വിതച്ചാൽ ആർപ്പോടൊരു കൊയ്ത്തുണ്ട്. വിത്തു ചുമന്ന് കരഞ്ഞുകൊണ്ട് പോയാൽ
കറ്റ ചുമന്നാർത്തും കൊണ്ടുവരും. എന്നും കണ്ണുനീരൊഴുക്കി ജീവിക്കുന്ന ഒരു ലൈഫല്ല ക്രിസ്ത്യൻ ലൈഫ്. കണ്ണുനീരൊഴുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നീ കണ്ണുനീരൊഴുക്കിക്കോ. ഞാൻ എപ്പോഴും പറയും, കർത്താവിന് മുമ്പിൽ കരയുന്നവനാ വിജയിക്കുന്നവൻ. കർത്താവിന് മുമ്പിൽ നിലവിളിക്കുന്നവനാ വിജയിക്കുന്നവൻ. ആരേശുവിന് മുമ്പിൽ കരഞ്ഞിട്ടുണ്ടോ അവനെല്ലാം അവൻ്റെ ലൈഫ് ജയിച്ചിട്ടുണ്ട്. കണ്ണുനീര് അത് വിലപ്പെട്ടതാ. എവിടെ നീ കണ്ണുനീരൊഴുക്കിയോ അവിടെ തന്നെ ദൈവം നിന്നെ മാനിക്കും. ഒരമ്മയും ഒരു കുഞ്ഞും കരയുക. ഒരാൾ കരയുമ്പോഴാണോ കർത്താവ് കരുതുന്നത്? കണ്ണുനീര് കണ്ടാലേ ദൈവം കരുതത്തുള്ളോ? 100 ചോദ്യങ്ങൾ മനസ്സിൽ ഇപ്പോൾ വരുന്നുണ്ട്. എന്നാൽ ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ ദൈവം തമ്പുരാൻ അവിടെ ഓരോ ഉറവ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഹാഗറിൻ്റെ കണ്ണ് അത് കണ്ടിട്ടില്ല. പലപ്പോഴും ദൈവത്തിൻ്റെ കരുതൽ കാണാതാ പലരും കരയുന്നു. ഞാൻ വചനത്തിൽ നിന്നുള്ള ഉറപ്പ് തരാം, കരയണ്ട, അവൻ നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിൽ പറയാൻ കൊള്ളാവുന്ന നല്ലൊരു പദം പറയാം. നിന്റെ വിഷയത്തെ നോക്കി പറയണം, ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്, ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്, ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ചില ചോദിക്കും, എന്നെനിക്കൊന്ന് ആത്മാവിൽ ആരാധിക്കാൻ പറ്റും? എൻ്റെ വീട്ടിൽ ആരാധന സ്വാതന്ത്ര്യമില്ല, എൻ്റെ ആരാധനയെ തടയുന്നു. ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. എനിക്ക് 1 കോടി രൂപ കടമ, മരണമല്ലാതെ പോയി വഴിയില്ല, പേടിക്കണ്ട, ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. എൻ്റെ രോഗത്തിന് ആര് സൗഖ്യം തരും? പേടിക്കണ്ട, ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്നൊരു ഒറ്റ വാക്കായി ഇന്ന് കർത്താവിന് പറയാനുള്ളത്. കാരണം അവൻ നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ചില ചോദിക്കും, കരുതിയ എവിടെ? എന്നോട് പറയുന്നു, കർത്താവ് പറയുന്നു, ഇന്നത്തെ മെസ്സേജിനകത്ത് നിന്റെ കണ്ണേശു തുറക്കാൻ പോവാ. നിന്റെ കരുതൽ അകലെയല്ല, നിന്റെ കരുതൽ തൊട്ടടുത്ത. നീ വിജയിക്കും. നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. ഐശ്വര്യവും സമ്പത്തും നിന്റെ വീട്ടിലുണ്ടാകും. നിന്റെ കണ്ണു തുറക്കണം. ദൈവത്തിൻ്റെ കരുതൽ കാണണമെങ്കിൽ ഒരു ദൈവ പൈതന്റെ ആത്മീക കണ്ണു തുറക്കണം. മനുഷ്യര് എത്ര കരുതിയാലും, ഒരിക്കലൊരു ദൈവദാസൻ, ആ ദൈവദാസനെ യാതൊരു കാരണവുമില്ലാതെ കൂളുള്ളവരെല്ലാം കൂടെ സ്ഥലം മാറ്റി. അദ്ദേഹവും ഭാര്യയും 2-3 കുഞ്ഞുങ്ങളും അദ്ദേഹത്തിൻ്റെ മലമുകളിലേക്ക് പ്രവർത്തനം കൊടുത്തു. അദ്ദേഹത്തിന് യാതൊരു പേടിയില്ല, എവിടെ അയച്ചാലും ദൈവം പോറ്റും. അങ്ങനെ ആ റബ്ബറും തോട്ടത്തിൻ്റെ മലമുകളിൽ താൻ താമസം ആരംഭിച്ചു. 100 കണക്കിന് ഏക്കറുള്ള സ്ഥലം, റബ്ബറുള്ള ഒരു തോട്ടമാണ്. എന്നും താൻ അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്, അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ എന്ന് പറയും. ഒരു ദിവസം അവിടെയെങ്കിലും തനിക്ക് ആരും പൈസയൊന്നും കൊടുക്കാനില്ല. ആകെ അവിടെ സാധുക്കളായ കുറച്ച് വിശ്വാസികൾ, അവരവരുടെ ദശാംശം പോലെ കുറച്ച് കപ്പയോ കുറച്ച് ചേനയോ കുറച്ച് കാച്ചിലോ കൊടുക്കും. ഈ ദൈവദാസൻ എന്നും ഹല്ലേലൂയ പറയുന്ന പോലെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഹല്ലേലൂയ പറഞ്ഞപ്പോൾ താഴെ തോട്ടത്തിൽ നിന്ന് ഒരു ഹല്ലേലൂയ തിരിച്ചു വന്നു. താൻ നോക്കിയോ, തോട്ടത്തിൽ ആരൊക്കെയോ വലിയ ടേപ്പ് പിടിച്ച് അളക്കുക. ഒരു മനുഷ്യൻ താഴെ നിന്ന് ചിരിച്ചുകൊണ്ട് കയറി വന്നു. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വന്നതാണ്. അദ്ദേഹം കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഞാനൊരു ദൈവ പൈതലാണ്, ഈ തോട്ടം ഞാൻ ഇന്നലെ എഴുതിപ്പിച്ചു, ഇത് നടക്കുകയാണ്, ഞാൻ അറിഞ്ഞു ഇവിടെ ഒരു ദൈവദാസനുണ്ടെന്ന്.
എല്ലാ ദിവസവും ഈ തോട്ടത്തിന് നേരെ ഒന്ന് കൈവക്കി പ്രാർത്ഥിച്ചേക്കണം. പിന്നെ 30-ാം തീയതി ആകുമ്പം ബാങ്കിൽ ചെന്ന് മാനേജർ അടുക്ക ചെന്നാൽ മതി. മാസം ഒരു 25,000 രൂപ വെച്ച് മാനേജർ നിങ്ങൾക്ക് തന്നോളൂ. ഒരു മനുഷ്യന്റെ വാതിൽ ആരടച്ചാലും ദൈവം അവന് വ്യത്യസ്തകരമായ വഴികൾ തുറക്കും. ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ആ കരുതൽ കാണാൻ നിന്റെ കണ്ണ് തുറക്കണം. ഹാഗരും കരയുക, കുട്ടിയും കരയുക. ഒരു സത്യം പറയാം, കണ്ണുനീർ സ്വർഗത്തെ തുറക്കുന്നതാണ്. മേളി സ്വർഗത്തിന്റെ വാതിൽ 2 തുറന്നു. ദൂത സ്വർഗത്തെ എന്ന് വിളിച്ച ഹാഗരേ, കുട്ടിയുടെ നിലവിളി യേശുവിന്റെ കാതുകളിൽ എത്തിക്കഴിഞ്ഞു. അവിടെ ഒരു നീരുറവ തുറക്കല്ല ചെയ്തത്. ആ സമയത്ത് അവിടെ നീരുറവ ഉണ്ട്. നിങ്ങളിൽ പലതും കരയുന്നത് മറുപടി മുമ്പിൽ കടക്കുമ്പോൾ തന്നെ കരയുന്നവരുണ്ട്. നിന്റെ കണ്ണു തുറന്നാൽ നിനക്ക് ആ മറുപടിയെ കാണാൻ കഴിയും. എൻ്റെ യേശുവിൻ്റെ കരുതൽ ശ്രേഷ്ഠകരമാത്രേ. അവൻ നിനക്ക് വേണ്ടി ഭയങ്കരമായിട്ട് കരുതുന്ന കർത്താവ്. ഓ താങ്ക് യു ലോർഡ്. അവൻ്റെ പദ്ധതി ഭയങ്കര ശ്രേഷ്ഠമാണ്. അവന് ചെയ്യാൻ കഴിയാത്ത യാതൊരു കാര്യവുമില്ല. അവൻ നിന്നെ അത്ഭുതങ്ങളിൽ നിന്ന് അത്ഭുതത്തിലേക്ക് കൊണ്ടുപോകും. അവൻ നിന്നെ ജയത്തിൽ നിന്ന് ജയത്തിലേക്ക് കൊണ്ടുപോകും. അവൻ നിന്നെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കൊണ്ടുപോകും. ഒരു ദൈവ പൈതൽ എപ്പോഴും ചിന്തിക്കണം, കർത്താവ് എനിക്ക് വേണ്ടി കരുതും. ഒരു കുഞ്ഞിനെ വിവാഹം കഴിച്ചയക്കാനുണ്ട്, സ്ത്രീധനം കൊടുക്കാൻ പൈസയില്ല, ദൈവം കരുതും. മോനൊരു ജോലി വേണം, ദൈവം കരുതും. കുഞ്ഞിന് അഡ്മിഷൻ വേണം, ദൈവം കരുതും. ഇന്നൊരു 100 ആവർത്തി വാദമെന്ന് പറയണം, ദൈവം എനിക്ക് വേണ്ടി കരുതും, ദൈവം എനിക്ക് വേണ്ടി കരുതും, ദൈവം എനിക്ക് വേണ്ടി കരുതും. ഈ പ്രപഞ്ചത്തിൽ ആര് കരുതിയതിനേക്കാൾ ശ്രേഷ്ഠമായി കർത്താവ് നിനക്ക് വേണ്ടി കരുതും. ദൈവത്തിൻ്റെ കരുതൽ ഭയങ്കരമാത്രേ. ഒരിക്കൽ ധനാഢ്യനായ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നൊരു മനുഷ്യൻ, അദ്ദേഹം എന്നും ജോലി ചെയ്യുമ്പോൾ പറയും, ധനാഢ്യനോട് പറയും, എൻ്റെ ശമ്പളം കുറച്ച് തന്നാൽ മതി, എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്, അവരുടെ വിവാഹ സമയത്ത് പൈസ തന്നാൽ മതി. ധനവാൻ പറയും, പൈസ തന്നേക്കാം. അങ്ങനെ മൂത്ത പെൺകുഞ്ഞിൻ്റെ കല്യാണാലോചനകൾ വന്നു, വിവാഹം നടക്കാൻ പോകുകയാണ്. ധനാഢ്യനോട് എന്ന് പറഞ്ഞു, 25,000 രൂപ സ്ത്രീധനം കൊടുക്കണം. ധനാഢ്യൻ പറഞ്ഞ്, കല്യാണത്തിൻ്റെ തലേന്ന് ഒന്നിച്ചാൽ മതി, തരാമെന്ന് പറഞ്ഞു. ആ വീട്ടിൽ വിവാഹ പന്തൽ ഉയർന്നു. പെൺകുട്ടി വിവാഹത്തിൻ്റെ സാരി എടുത്തതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആഹാരത്തിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ വീട് ആകമാനം ഒരു വിരുന്ന് വീടായി മാറി. ആ വീടിൻ്റെ ഗ്രഹനാഥൻ ധനാഢ്യനായ മനുഷ്യൻ്റെ വീട്ടിൽ പൈസയ്ക്ക് ചെന്നു. ആ ധനാഢ്യനായ മനുഷ്യൻ ചിരിച്ചോണ്ടെന്ന് പറഞ്ഞു, പൈസ കിട്ടിയില്ല, എനിക്കൊരാളെ പൈസ തരാനുള്ള തന്നില്ല. ചിരിച്ചോണ്ട് പറഞ്ഞു, സാർ 10,000 രൂപ ഇല്ല, 5,000 രൂപ ഇല്ല, 1,000 രൂപ ഇല്ല, ഞങ്ങളിപ്പോൾ അടുത്ത് ടൂർ പോവുക, ഒരാഴ്ച കഴിഞ്ഞാൽ വരും. ആ മനുഷ്യൻ നിറകണ്ണുകളോട് ആ വീടിൻ്റെ പടി ഇറങ്ങി. താഴെ നിന്ന് വേദനിച്ച ഹൃദയത്തോടെ കയറി വരുന്ന ഭർത്താവിനെ കണ്ട് ആ വീട്ടിലെ ആൻറ്റി ഇറങ്ങി വെളിയിൽ നിന്ന് ചോദിച്ചു, എൻ്റെ പൈസ കിട്ടിയില്ലേ? അദ്ദേഹം പറഞ്ഞ്, കിട്ടിയില്ല. പേടിക്കണ്ട, ഞാൻ ഒരാളോട് ചോദിച്ചിട്ടുണ്ട്, നമുക്കൊന്നിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞു. അവരൊന്നിച്ച് ഒരു മണ്ണെണ്ണ വിളക്കും കീറിയ പായും എടുത്തോണ്ട് കല്യാണ വീട്ടിൽ നിന്ന് അകലെ മാറി ഒരു വാഴത്തൊപ്പിപ്പോയി പാ വിരിച്ചിട്ട് 2 പേരും ഒന്നിച്ച് സ്വർഗത്തെ കൈയോർത്തി പ്രാർത്ഥിച്ചു. കർത്താവേ, നാളെ എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കാനുള്ളത്, എനിക്ക് വേണ്ടി നീ കരുതണം. ആൻറ്റി ഒരു പ്രവാചകയാണ്. ദൈവം തൻ്റെ കാതുകളിൽ മുളപ്പിച്ചു, ഞാൻ നിനക്ക് വേണ്ടി കരുതും.
പിറ്റേ ദിവസം കല്യാണം നടക്കുക. 8 മണിയായിട്ടും പൈസയില്ല. 9 മണിയായപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു അംബാസഡർ കാർ കയറി വന്ന് നിന്നു. മണ്ടയ്ക്ക് പെട്ടികളെല്ലാം വെച്ച് കെട്ടിയ കാർ. തൊട്ടോപ്പോസിറ്റിലെ മകൻ വിദേശത്തുനിന്ന് വീട്ടുകാരെ അറിയിക്കാതെ നാട്ടി വരിക. ആ മകൻ ഇറങ്ങി അവരുടെ വീട്ടിലുള്ളവർ ആലിംഗനം ചെയ്തപ്പോൾ തൊട്ടോപ്പോസിറ്റിലെ വീട്ടിൽ പന്തൽ. എന്താണെന്ന് ചോദിച്ചവൻ പറഞ്ഞു, മോനെ നിന്നെ എടുത്തുകൊണ്ട് വളർത്തിയ മോടെ കല്യാണമാണെന്ന് പറഞ്ഞു. ആ മോനിങ്ങനെ പറഞ്ഞു, ഞാൻ ജോലി ചെയ്ത ദിവസം മുതൽ എന്നെ വളർത്തിയ ചേച്ചിക്ക് വേണ്ടി ഞാനൊരു ചെറിയ എമൗണ്ട് സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അകത്ത് കയറി പെട്ടിക്കകത്തുനിന്ന് 1 കെട്ട് നോട്ടും എടുത്തുകൊണ്ട് ആ വീട്ടിലേക്ക് ഓടി. ആ വീട്ടിലെ അപ്പച്ചനില്ല, പണം കൊണ്ട് കൊടുത്തു. അപ്പച്ചന് വേണ്ടത് 25,000 രൂപയാണ്. പക്ഷേ അത് 30,000 രൂപയുണ്ടായി. നീ അറിയാത്തടത്ത് നിനക്ക് വേണ്ടി കരുതുന്നവനായ എൻ്റെ കർത്താവ്. യേശുവിൻ്റെ കരുതൽ കാണാൻ നിന്റെ ആത്മീക കണ്ണ് തുറന്നാലേ നിനക്കത് കാണാൻ കഴിയും. പ്രാർത്ഥനയോടെ ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി കരുതിയ കരുതൽ കർത്താവ് വെളിപ്പെടുത്തി തരാൻ പോവുക. ഏത് കൈയാണ് മടക്കാൻ ബുദ്ധിമുട്ടുള്ളത്? 2 കൈയും മടക്കുവാൻ. ആൻറ്റിയുടെ 2 കൈകളും ഇങ്ങനെ നിവർത്തി പിടിച്ചാട്ട് ആ 2 കൈയിലേക്ക് വെച്ചാട്ട് ഇങ്ങനെ വെച്ചാട്ട് ഇങ്ങനെ വെച്ചാട്ട് ജീസസ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാവും. ഹീൽ ഹീൽ അധികാരമുള്ള പുത്രന്റെ നാമം ഇവിടെ കുടുംബത്തെ തകർക്കുന്ന ശക്തി വിട്ടുപോകട്ടെ. ഇത് മാത്രമല്ലല്ലോ പ്രശ്നം, നിന്റെ വീടിനെ തകർക്കുന്ന ശക്തി വിട്ടുപോട്ടെ. Come out! അവൾ വിടുവിക്കപ്പെടട്ടെ. ജീസസ്. എവിടുന്നാ വരുന്നേ? കൂടെ തലയ്ക്കകത്ത് പ്രയാസം ഉണ്ടല്ലോ. തന്നെയല്ല, വേറൊരാളുടെ കൂടെ ഉണ്ട്. ആളെ വിട്ടേക്കട്ടെ. നിങ്ങൾക്കറിയാം, നിങ്ങൾ ചിരിക്കുന്നവരല്ല, അവർക്കറിയാം അവരുടെ പ്രയാസം. അത്ര ഭാരത്തിലൂടെ പോകുന്നൊരു സിസ്റ്ററാ. സ്വയം ജീവൻ ഒടുക്കാഞ്ഞത് ദൈവത്തിന്റെ കൃപ. നോക്കിയേ, ഇനി ആ കൈയൊന്ന് മടക്കി നോക്കിയേ. ഇപ്പോഴോ എത്ര വർഷം കൊണ്ട് ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എത്ര വർഷമായി? 10-32 വർഷമായി ഈ കൈ മടക്കുമ്പോൾ അതിഭയങ്കര അസ്വസ്ഥതയായിരുന്നു. കൈക്ക് തന്നെയല്ല, ഷോൾഡറിന്, നടുവിന്, കൈയുടെ മുട്ടിന്, ജോയിന്റിന് മുഴുവനും അതെ. പക്ഷെ ഈ കൈ ഇങ്ങനെ മടക്കാനൊക്കത്തില്ലായിരുന്നു. ഇല്ല, വലിയ പ്രയാസം. ഇപ്പോഴോ ഒരു കുഴപ്പമില്ല. 32 വർഷം പഴക്കമുള്ളതിനെ 32 സെക്കൻഡ് കൊണ്ട് യേശു എടുത്തു കളയുക. ദൈവത്തിന്റെ കരുതൽ നീ കാണാൻ പോവുക. ദൈവം എനിക്ക് വേണ്ടി കരുതും എന്ന് ഉറപ്പുള്ളവർ കൈകൾ ചേർത്ത് പിടിച്ചാട്ട്, കണ്ണുകളെ അടച്ചാട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹനിധിയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ കരുതലിനെ കുറിച്ച് ഞങ്ങൾ കേട്ടു. അങ്ങയുടെ ആത്മാവ് ഹൃദയമായി ഞങ്ങളോട് സംസാരിച്ചു. അങ്ങ് പകർന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുകയാണ്. ദൈവത്തിൻ്റെ കരുതൽ അവരുടെ മേൽ വെളിപ്പെടണമേ. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ അതിനെ നിലനിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളും മാറിപ്പോകട്ടെ. കരുതുന്ന കർത്താവിൻ്റെ കരം ശക്തിയോടെ വെളിപ്പെടണം. എല്ലാ തടസ്സങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഞാൻ കാണുന്നു, കടം കയറി തകർന്ന ചിലർക്ക് വേണ്ടി കർത്താവ് കരുതുകയാണ്. ചില പുതിയ ബിസിനസ് ചിലർക്ക് വേണ്ടി കരുതുന്നു. ഞാൻ കാണുന്നു, ഒരു ക്രിസ്തി നിനക്ക് വേണ്ടി കർത്താവ് കരുതുന്നു. ഒരു താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ കാണുന്ന ഒരു ബാബു, ആ ബാബുവിൻ്റെ ബിസിനസ് തകർന്നു നിൽക്കുക. കർത്താവിൻ്റെ കൈ അവനെ താങ്ങിക്കൊണ്ട് വരുന്നു. കർത്താവെ,
ഈ ജനത്തിനു വേണ്ടി കരുതണമേ. ഇവർക്ക് വേണ്ടി ദൈവം കരുതണമേ. ലവ് യു ഫാദർ, ലവ് യു ഫാദർ. ഹോ റബഹതരശ. കരുതണേ കർത്താവ്, കരുതണേ കർത്താവ്. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടി കർത്താവ് കരുതണമേ. ഞാൻ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് ഒന്നിച്ച ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾ അവരെ ബ്ലസ് ചെയ്യുന്നു കർത്താവ്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിൻ്റെ കരുതലിനെ കുറിച്ച് ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. യേശു നിങ്ങൾക്ക് വേണ്ടി കരുതും. യേശുവിൻ്റെ കരുതൽ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ ഇപ്പോൾ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. എല്ലാ ശനിയും ഞായറും കോട്ടയം കോടിമാത പാലത്തിനടുക്കലുള്ള ലയൺസ് ക്ലബ്ബ് ഓടിച്ചോടുത്തി വരിക. നമുക്കൊന്നിച്ച് ദൈവത്തിൻ്റെ കരുതൽ കാണാം. ഗോഡ് ബ്ലസ് യു. Jesus Voice Ministries, Post Box number 19, Korancheri 689641, Kerala, India. Our contact numbers 9447 359132 and 9961159659. Email address mgmjesusvoice@gmail.com. Website address www.jesusvoice.in.